ഞാൻ പല വിദേശത്ത് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ ആളുകൾ ഓണാഘോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരാണിപ്പോൾ ആഘോഷിക്കുന്നത്. അവർ 10-15 ദിവസമൊക്കെ ഇങ്ങനെ ഓണാഘോഷിക്കും. ഓരോ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ ഒത്തുകൂടാനുള്ള ഉണ്ടാക്കുകയാണ്. വിശേഷിച്ച് ഈ ന്യായമായിട്ട് തൊഴിലൊന്നും ഇല്ലാത്ത ആളുകൾ ബോണസായിട്ടും കൂലി കൂടുതലായിട്ടും എല്ലാം ഒന്നായിട്ട് കിട്ടുമ്പോഴുള്ള ആ കാശ് കൊണ്ട് ഓണം ആഘോഷിക്കുക, മറ്റൊരു ദിവസങ്ങളിലെല്ലാം പട്ടിണിയും കഷ്ടപ്പാടുമായിട്ട് ജോലിയൊന്നും ഇല്ലാതെ കഴിയുക എന്നുള്ളവരുടെ കൂട്ടവും സന്തോഷവും ആഹ്ലാദത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ എല്ലാം മിക്കവാറും നല്ല കടുത്ത പണിയാണുള്ള ദിവസങ്ങളെല്ലാം. അപ്പോൾ കുറച്ച് ദിവസം തന്നെ ഇതിനടുത്ത് ആഹ്ലാദിക്കുക എന്നുള്ളത് അവിടെയൊക്കെ. എൻ്റെ നാട്ടിലൊക്കെ അത് ചെറിയൊരു പ്രദേശത്താണ്. അതായത് ഓണത്തിന് ഈ വിശേഷ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ കൊല്ലപ്പെടുന്നത്. ആട്, കോഴി, പശു, മാട്. അത് താങ്കൾക്കറിയാമോ? അപ്പോൾ ഈ പിന്നീട് നാട്ടിൽ നിന്നൊക്കെ വിട്ടിട്ട് പുറത്ത് കിടന്നപ്പോഴാണ് ഈ ഓണത്തിന് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള വിവരം നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ എത്രയോ വർഷങ്ങളായിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും പലപ്പോഴും ഓണം ആഘോഷിക്കുക. അന്നത്തെ ദിവസം വെജിറ്റേറിയൻ ഭക്ഷണമായിട്ട് ആൾക്കാരിങ്ങനെ കൊണ്ടുപോയി എനിക്ക് ദേഷ്യം വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഓണം എന്നെ സംബന്ധിച്ചുള്ള ഒരു ദേഷ്യം വരുന്ന ദിവസമാണ്. കാരണം നമ്മൾ ചെറുപ്പകാലത്ത് സമൃദ്ധമായി കഴിച്ചിരുന്ന ഭക്ഷണത്തിന് മാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ ആലപ്പുഴ ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ വെജിറ്റേറിയൻ, ആലപ്പുഴ ഭാഗത്ത് നല്ല പോലെ നോൺ വെജിറ്റേറിയൻ ലൈഫാണ്. ഈ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് കടലിൽ നിന്ന് കൊണ്ടുവരുന്ന നല്ല മത്സ്യം അതെല്ലാം ആസ്വാദ്യകരമായി കറിവെച്ച് കഴിക്കുകയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറച്ചി കഴിക്കുകയും എല്ലാം ചെയ്യുന്നതാണ് പൊതുവിലുള്ള ആളുകളുടെ ഇടയിൽ. എന്നാൽ വെജിറ്റേറിയനായിട്ട് തന്നെ കഴിയുന്ന ആളുകളും ഉണ്ട്. ഓണത്തിന് പൂർണ്ണമായിട്ടും വെജിറ്റേറിയനായിട്ട് കഴിയുന്നതായിരിക്കും അവിടുത്തെ പൊതുവെയുള്ള സ്ഥിതി. ഞാനും ആ കൂട്ടത്തിൽപ്പെടുന്നവൻ തന്നെ വെജിറ്റേറിയനാണ് ആ ദിവസങ്ങളിൽ. സാധാരണഗതിയിലും മിക്കവാറും ഞാൻ ഈ പുറത്തു പോകുന്ന സ്ഥലങ്ങളിൽ ഗസ്റ്റ് ഹൗസുകളിലെല്ലാം വെജിറ്റേറിയൻ തന്നെ. ഇവിടെ വരുമ്പം അല്ലാതെ ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലാത്ത തരത്തിൽ, എരിവൊന്നും ഇല്ലാത്ത തരത്തിൽ വല്ലതുമൊക്കെ മത്സ്യം പാചകം ചെയ്ത് ഇറച്ചി കഴിക്കില്ല. മത്സ്യം പാചകം ചെയ്യാൻ ചിലപ്പോൾ, എങ്കിലും എനിക്ക് കൂടുതലിഷ്ടം വെജിറ്റേറിയനാണ്.